ഇതാണ് മൃദംഗ പീഠം. മൃദംഗത്തിന്റെ പീഠം. അപ്പൊ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മൃദംഗ പീഠം അങ്ങനത്തെ ഒരുപാട് സമയമൊക്കെ മൃദംഗം വായിക്കുന്നേ. മൃദംഗം ഇങ്ങനെ കാലിന്റെ വലത് കാലിന്റെ കൂടെ വെച്ചിട്ട് ഇങ്ങനെയാണല്ലോ വായിക്കുക. അപ്പൊ വായിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ മുട്ട് വേദന, രണ്ട് മുട്ടും അല്ലാതെ തകരാറാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതേപോലെ തവില് ആസനൊക്കെ വായിക്കണം. തവില് വായിക്കുമ്പോൾ ഈ തവിലിന് അതേപോലെ ഒരുപാട് സമയം നിന്ന് വായിക്കുന്നത് അത്ര കുഴപ്പമില്ല. ഈ ഇരുന്ന് വായിക്കുമ്പോൾ ഭയങ്കര വേദന. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതുപോലെ തവിൽ കച്ചേരികൾ, പഴയ കാലത്തൊക്കെ കല്യാണം, ഈ കല്യാണത്തിനൊക്കെ ഇരുന്നിട്ട് കച്ചേരി വായിക്കും. അക്കാലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഈ തവിൽ വായിക്കാനാണ് കാര്യമായിട്ടത് ഈ സ്റ്റാൻഡ് തവിൽ. അപ്പോൾ ഏകദേശം ഇതിൻ്റെയൊക്കെ ചൊല്ലുകളൊക്കെ ഏകദേശം ഒന്നുപോലെ തന്നെയാണ് മൃദംഗത്തിൻ്റെ ചൊല്ലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അക്കാലങ്ങളിൽ ഉണ്ടാക്കിയത് കാലങ്ങളിൽ കാണും. ഞാനത് കാണുന്നത് ഏകദേശം ഒരു എന്താ പറയുക 40 വർഷം. നമ്മളെ കോഴിക്കോട് എന്താ പറയുക ചന്ദ്രിക ടീച്ചർ എന്ന് പറയും. ടീച്ചർ എന്ന് പറഞ്ഞാൽ മലബാറിൽ തന്നെ ആദ്യമായിട്ട് ക്ലാസിക്കൽ നൃത്തം കൊണ്ടുവന്നതാണ്. അവരുടെ ഭർത്താവുണ്ട് ഭാസ്കരദാസ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഒരു വേദിയിലല്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ റിഹേഴ്സലിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടതാണ്. ഇങ്ങനത്തെ ഒരു പലക വെച്ചിട്ട് അദ്ദേഹം വായിക്കുന്നു. അദ്ദേഹത്തിന് അനിയൻ സോമസുന്ദരവും ഉണ്ടായിരുന്നു. അത് നല്ല തവിൽ മൃദംഗക്കാണ്. അവരും വായിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് കൊണ്ടുനടക്കാത്തത് ഇതിൻ്റെ ഇത് കണ്ടോ, ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഒട്ടി പിടിക്കുന്നു. ദിവസത്തിന്റെ പണീൻ്റെ അല്ല ഇത്, ഇതിൻ്റെ ഇത് ഒട്ടി പിടിക്കുന്നു. ഇത് കണ്ടോ മടക്കിയിട്ട് ഇതിപ്പോൾ ഒരു ഇടതുവശം താഴ്ന്നു, വലതുവശം പൊങ്ങിയിട്ടാണ്. അത് കാലൊന്നും വയ്യാതെ ഇരുന്നാൽ നമുക്ക് ചമർമടക്കിയിരുന്നാൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. എന്നിട്ട് ഇതിന് അടുത്ത് വെച്ചാൽ കണ്ടോ. അപ്പം ഇത് കൊണ്ടുനടക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഇത് മടക്കി കണ്ടോ ഇങ്ങനെ നടക്കാം. ഇങ്ങനെ മടക്കി പണി ഇതിൽ പൂക്കളൊക്കെ വരും, ഇവിടെ വരും. പിന്നെ ഇതെല്ലാം ഇവിടെ പൂക്കൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഇതിപ്പോ ഡാൻസിന്റെ പലകയാണ്, ഗാഥാന്റെ വടിയാണ്, കാപ്പിയാണ്. കാപ്പിക്കൊമ്പിലാണ് ചെയ്യുന്നത്. ഇപ്പൊ കാപ്പിക്കൊമ്പ് അങ്ങനെ പൊട്ടൂല, വളരെ തിക്കായിട്ടുള്ള മല. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ വെച്ചാൽ നമ്മൾ നന്നായി ബ്ലേഡ് ചെയ്ത ശേഷം അതിൽ കറുത്തതും ചുവന്ന നൂല് ഇറക്കിയാണ്. ഇറക്കിയ ശേഷം അത് നാല് ഇത് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ കൊട്ടി കഴിഞ്ഞാൽ നല്ല ഉണ്ടാക്കും. നല്ല ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ടേ. അതെ, ഡാൻസിൻ്റെ പലകയാണ്. ഇതിങ്ങനെ വെച്ച് കൊട്ടി നല്ല ടോണായിരിക്കും. ഇപ്പോൾ ഈ നിലം നിറത്തിലായിട്ട് അത് ചാടിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഈ റൗണ്ടൊക്കെ അതിൽ ചെയ്യും. അതേപോലെ മറ്റൊരു ഇത് ഈ വസ്തു ഒരു ഇങ്ങനെ വസ്തു. അപ്പോൾ ഇതൊരു കുറച്ചുകൂടി കലാപരമാക്കാന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എൻ്റെ മകനൊരു ആക്സിഡൻറ്റിലായിരുന്നു. അവന് കാലിന് ഇടത് കാലിൽ പൊയ്യാണ്ടായി, കൈയ്യും കൂട്ടി. അപ്പോൾ അവനെന്ന് വെച്ചാൽ ശരിയായി വരുന്നു, ഇതുപോലെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവന് പെട്ടെന്നൊരു പ്രോഗ്രാം ഡൽഹിയിൽ വന്നപ്പോൾ അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എന്താ ഈ ഓളാണ് ശരി എന്നാ അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളെ മോനെ എന്താ വെച്ചാൽ കാലും പൊട്ടി മറ്റേ പുറത്ത് പോയി, കയ്യും പോയല്ലോ. അതുപോലെ പെട്ടെന്നൊരു പരിപാടി വന്നോ ഡൽഹിക്ക് പോകാൻ വേണ്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയാം. ഇത് ഉടുക്കാണ്. ഈ ഉടുക്കിന് വേറെ പ്രത്യേകത ഉണ്ട്. ഏകദേശം എന്താ പറയാ, ഒരു
ഒരു 80 വർഷത്തെ പഴക്കമുണ്ടാവും എനിക്ക് തോന്നുന്നു. ഇതപ്പോ ആരുതാ? ഇതിന്റെ ആശാന്റെ ഉടുക്കാണ്. അതായത് ഇതിപ്പോ മുഴുവൻ പറയുന്ന കാര്യമില്ല. ഇതിന്റെ ആശാൻ ഈ കുറ്റി മാത്രം ആ കുറ്റി അല്ലേ? ഇത് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? ഇതുണ്ടാക്കിയത് ഇത് അപ്പുണ്ണി ആശാൻ എന്ന് പറയും. പഴയ കാലത്ത് അയ്യപ്പൻ പാട്ട്, അതായത് അയ്യപ്പൻ പാട്ടിൽ തന്നെ പൊലിപ്പാട്ട് എന്ന് പറയും. അയ്യപ്പൻ വിളക്ക് നടത്തുന്ന സമയത്ത് പാടുന്നത് പാട്ടുണ്ട്. അതായത് എന്താ പറയാ, മഹാവിഷ്ണു അയ്യപ്പൻ ജനിക്കുന്ന കയ്യപ്പനായിട്ട് വരുന്നതായിട്ടാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഓരോ മാസത്തിലും ഉണ്ടാകുന്ന കുട്ടീൻ്റെ വളർച്ചയെ കുറിച്ച് ഇങ്ങനെ 4 മാസം കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 7 മാസം ആകുമ്പോൾ പിന്നെ മൂലയിൽ പാലുറയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെതായിട്ടുള്ള രീതികളും സമ്പ്രദായങ്ങളും ഒരു മനുഷ്യൻ്റെ ചക്രം മുഴുവൻ അതിനകത്ത് 10 മാസം വരെയുള്ള പ്രസവവേദന മുതൽക്ക് പ്രസവിക്കുന്നത് വരെയുള്ള സമ്പ്രദായമാണ് ഈ ഉടുക്കുകൂട്ടിനകത്ത് ഇത് പാടുന്നത്. ഇത് പാടിക്കഴിഞ്ഞാൽ ഭഗവതി ആ പോങ്ങരളകി ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പം എൻ്റെ ആശാൻ്റെ ഉള്ളൂ. അതിന് അയ്യപ്പൻ പാട്ടെന്നാ പറയാം, അല്ലെങ്കിൽ എന്താ പറയാ ഉടുക്ക് പാട്ടെന്ന് പറയും. ഇത് പാടിക്കൊണ്ട് ഏകദേശം ഒരു 12 മണിക്ക് ശേഷമാണ് അത് ഉണ്ടാകുക. ഒരു 3 മണി 4 മണി വരെ 2 മണിക്കൂർ കഴിയുന്ന ഒരു പരിപാടി. അപ്പോൾ ആ ഉടുക്കാതെ ഞാനൊന്നും സൂക്ഷിക്കുന്നുണ്ട്. ഇത് തന്നെ ഗിഞ്ചറയാണ്. പല സാധനം ഇനിയും ഉണ്ടാക്കാനുണ്ട്. മുന്നിലായിട്ട് പണികളിലാണ്. അതൊക്കെ അടുത്തതിൽ കാണിക്കുക. കൊറോണകളൊക്കെ ഉണ്ട്. കൊറോണ സമയത്ത് ഉണ്ടാക്കി ഒരാണ് പെണ്ണിന്റെ ഒരേ സാധനം നോക്കിയതാണ്. രാജാവ് ഉണ്ടാക്കി ട്രൈബലാണ് സാധനം. ട്രഡീഷണൽ ആയിട്ട് ഇതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിലേക്ക്